കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഇന്നത്തെ ജ്യോതിഷ സംബന്ധമായ വിഷയം ദേഹത്ത് കാക്ക കാഷ്ടിച്ചാലുള്ള ഫലം. ഇല്ലേ, ചിലപ്പോൾ ചിരി വരും ചിലവർക്ക്. ദേഹത്ത് കാക്ക കാഷ്ടിച്ചാൽ എന്താണ് ഫലം എന്ന് ചോദിക്കും. ചിലവർക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഇല്ലാത്തവർ വളരെ അപൂർവമാണ്. നമ്മൾ നല്ല അലക്കി തേച്ച ഷർട്ടും മുണ്ടൊക്കെ ഇട്ട് നല്ല വടിയായിട്ട്, നല്ല വടി എന്ന് പറഞ്ഞാൽ നല്ല വടി പോലെ ഒക്കെ നല്ല ഭംഗിയായി ഒക്കെ ഒന്ന് യാത്ര ചെയ്യുന്ന സമയമായിരിക്കും. ഏത് റോട്ടിൽ കൂടി നടന്നു പോകുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഒരു കാക്ക നമ്മളെ കാഷ്ടിക്കുന്നത്. ഇല്ലേ, തീർച്ചയായിട്ടും പലർക്കും ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് എനിക്കൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവമാണ്. എന്തുകൊണ്ടാണ്? അപ്പൊ ചില സമയത്ത് ചില നക്ഷത്രങ്ങളിൽ ഇങ്ങനെ കാക്ക കഷ്ടിച്ചാൽ, നമ്മുടെ ശരീരത്തിൽ കാക്ക കഷ്ടിച്ചാൽ ദുരാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള ഒരു നിമിത്തമായിട്ട് അതിനെ വേണമെങ്കിൽ കാണാം. ഇല്ലേ, ഈ കാക്ക ഒരു കാക്കനെ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ചെയ്യുന്ന കാക്കകൾ. നമ്മളൊരു സ്ഥലത്ത് വന്ന് ഇരിക്കുകയെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കുകയാണെന്ന് വെച്ചോ, നമ്മളുടെ മുകളിൽ ഒരു മരം ഉണ്ടെങ്കിൽ കാക്ക വന്ന് നേരെ നമ്മുടെ തലക്ക് മുകളിൽ വന്നിരിക്കും. അത് സ്വാഭാവികമാണ്. അവൻ അവിടെ വന്നിരുന്നുകൊണ്ടും നേരെ നല്ല തൂക്കായിട്ട് കറക്റ്റ് നമ്മുടെ ശരീരത്തിലോട്ട് ആ കാക്ക കാഷ്ടിക്കും. ഇല്ലേ, എന്നിട്ട് ആ കാക്ക അവിടെ നിന്ന് മാറി നിന്നുകൊണ്ട് അവൻ ആ കാക്ക കാഷ്ടിച്ച് അപ്പം തന്നെ അവിടെ നിന്ന് മാറിയിരുന്നുകൊണ്ട് അവനൊന്ന് നമ്മളെ ഒന്നും കൂടി ഏറ് കണ്ടിട്ട് ഇങ്ങനെ നോക്കും. എങ്ങനെയുണ്ട് എൻ്റെ പ്രവൃത്തി, അവനിൽ ഏറ്റാന്ന് നോക്കും. ഇല്ലേ, നമ്മളെ പരിഹസിക്കുന്നതിന് പോലെയാണ് അവൻ ആ ചെയ്യുന്നത്. എത്ര സൂക്ഷ്മമായിട്ടാണ് അവൻ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് അവൻ്റെ വിസർജ്യം ഇട്ട് തന്നത്. ഇല്ലേ, അത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ശ്രദ്ധിക്കുന്നിട്ടുള്ളവർ ഉണ്ടായെന്ന് വരാം. അപ്പൊ ഇങ്ങനെ കാക്ക ചില നക്ഷത്രങ്ങളിൽ നമ്മളിൽ കാഷ്ടിച്ചാൽ ഉണ്ടാകുന്ന ചില നിമിത്ത സംബന്ധമായ ചില ദുരാനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായി കാണാം. എത്രമാത്രം എല്ലാവർക്കും അങ്ങനെ ഉണ്ടായെന്ന് വരണമെന്നില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഏതൊക്കെ നക്ഷത്രത്തിൽ ഇങ്ങനെ കാഷ്ടിച്ചാലുള്ള ഇത് ഞാൻ പറയാം. അതായത് പൂരം, പൂരാടം, പൂരുരുട്ടാതി, ഭരണി, കാർത്തിക, തിരുവാതിര, ആയില്യം, തൃക്കേട്ട, ഈ നക്ഷത്രങ്ങളിൽ കാക്കകാഷ്ടം നമ്മുടെ ശരീരത്തിൽ വീണാൽ നമ്മൾക്ക് അത് ചില ദുസൂചനകൾ തരുന്നതിൻ്റെ ലക്ഷണമാണ്. അതായത് ദുസൂചനയാണത്, നമുക്ക് വരാൻ പോകുന്ന ചില ദുസൂചനകളാണത്. അതേപോലെ തന്നെ കാക്ക വിസർജനമാകണമെന്നില്ല. കാക്ക നമ്മുടെ ചിലവരൊക്കെ ദേഹത്ത് കാക്ക ഇങ്ങനെ തോണ്ടിക്കൊണ്ടു പോകും. ഇല്ലേ, നമ്മ പോകുന്ന സമയത്ത് ചിലപ്പോൾ നിന്നാലും ശരി തന്നെ കാക്ക നമ്മുടെ തലക്ക് തോണ്ടിക്കൊണ്ടു പോകും. അല്ലെങ്കിൽ ആ കാക്ക ദേഹത്ത് ചിലപ്പോൾ വന്ന് ഇരുന്നെന്നും വരും. നമ്മുടെ ദേഹത്ത് ചിലപ്പോൾ പെട്ടെന്ന് കാക്ക വന്നെന്ന് വരും. അങ്ങനെയും വരാം. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഉടനെ തന്നെ നമുക്ക് വല്ല ദോഷവശങ്ങളും ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത്. ഇങ്ങനെയുള്ള നക്ഷത്രങ്ങളിൽ ഇങ്ങനെ വന്ന് സംഭവിച്ചാൽ ഇങ്ങനെ ചില ദോഷങ്ങൾ നമ്മളിൽ വരാം. അപ്പൊ നമ്മ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഈ നക്ഷത്രങ്ങളല്ലാണ്ട്, ഞാനിപ്പൊ നേരത്തെ പറഞ്ഞ ഈ നക്ഷത്രങ്ങളല്ലാതെ 27 നക്ഷത്രം ഉണ്ടല്ലോ, അതിൽ ഈ നക്ഷത്രത്തിൽ മാത്രം കാക്ക കാഷ്ടിച്ചാൽ നമുക്ക് ദുരാനുഭവങ്ങൾ ഉണ്ടാവുള്ളൂ. അല്ലാത്ത നക്ഷത്രങ്ങളിൽ വന്ന് കാക്ക കാഷ്ടിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഗുണങ്ങളുണ്ടാവും. ഞാൻ പറയണേ മനസ്സിലാക്കണം. അതായത് ചില നക്ഷത്രങ്ങളിൽ കാക്ക കാഷ്ടിച്ചാൽ നമ്മൾക്ക് ദുരനുഭവങ്ങളും, ചില നക്ഷത്രങ്ങളിൽ വന്ന് കാക്ക നമ്മളിൽ കാഷ്ടിച്ചാൽ നമ്മൾക്ക് ഗുണാനുഭവങ്ങളും ഉണ്ടാവും. അത് ദോഷാനുഭവങ്ങൾ ഉണ്ടാവുന്ന നക്ഷത്രങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതുകൂടാതെ പറയാത്ത നക്ഷത്രങ്ങളിൽ എന്ന് വെച്ചാൽ നമുക്കതിന് ഗുണങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായി കാണാം. അതാണ് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളിൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ജ്യോതിഷ സംബന്ധമായ എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് തന്നെ വിളിക്കാം, അതിനുള്ള മറുപടിയും പറയാം. ജ്യോതിഷ സംബന്ധമായി എന്ത് കാര്യത്തിനാണെങ്കിലും. അപ്പൊ ഈ പറഞ്ഞ ഈ നക്ഷത്രങ്ങളിൽ വന്ന് ഇങ്ങനെ സംഭവിച്ചാൽ അതിന് ആ ദോഷം തീരാനൊരു മാർഗമുണ്ട്. അത് ചെയ്താൽ മതി.
അത്ര വലിയ ഇതൊക്കെയുള്ള കാര്യമൊന്നുമില്ല. അതിന് പോയി ക്ഷേത്രത്തിൽ പോയി വഴിപാടൊന്നും നടത്തണ്ട. എന്താ ചെയ്യേണ്ടത്? ഉടനെ തന്നെ യാത്ര പോകണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തിരിച്ചു വരാൻ പറ്റില്ല, അല്ലെങ്കിൽ പോകുന്ന സ്ഥലത്ത് അതിനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ സജേല സഹിതം, അതായത് ആ ഉടുത്ത വസ്ത്രം സഹിതം നമ്മൾ ഒന്ന് കുളിക്കാം. നമ്മ മൊത്തം നമ്മുടെ ആ ഉടുത്ത വസ്ത്രത്തോടെ ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ നക്ഷത്രങ്ങളിൽ നമുക്ക് വന്ന ദോഷങ്ങൾ നമ്മളിൽ നിന്നും വിട്ടകന്ന് പോകും. അതാണ് അതിൻ്റെ ശരി. ഈ കാക്ക എന്ന് പറഞ്ഞ് ശനീശ്വരന്റെ ഇതാണ് കേട്ടോ. കാക്കനെ നമ്മൾ വെറുതെ കാണരുത്. നമ്മുടെ പൂർവികരുടെ ഇതാണ് ആയിട്ട് കാക്കയെ കാണാം, ഇല്ലേ? പിതൃക്കളുടെ രൂപമല്ലേ കാക്ക. നമ്മ ഇല്ലേ ഈ പിതൃക്കൾക്ക് ഇത് കൊടുക്കുമ്പോൾ, ബലികർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കാക്കക്കല്ലേ കൊടുക്കുന്നത്. അപ്പൊ പിതൃക്കളുടെ രൂപമാണ് കാക്ക. അതുകൂടാതെ ശനീശ്വരന്റെ പക്ഷിയാണ് കാക്ക. അപ്പൊ കാക്ക ദേഹത്ത് കാഷ്ടിച്ചാലുള്ള ആ ചില അനുഭവങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതും കൂടി നമ്മൾ ഒന്ന് കാണണം. ഇതിനെ കളിയാക്കുന്നവരുണ്ടാ. അതിപ്പോ എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മെ കളിയാക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഏത് വിഷയത്തിലാണെങ്കിലും അതിനെ നെഗറ്റീവായി ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ട്. ചിലവര് പോസിറ്റീവായും കാണും. അപ്പൊ അത്രേ ഉള്ളൂ അതിൻ്റെ അകത്ത് കാര്യം. അപ്പൊ ഇതൊരു നിമിത്തമാണ്, ഇല്ലേ? ആ നിമിത്തമായിട്ട് നമുക്ക് വന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ. അത് ജ്യോതിഷത്തില് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളുണ്ട്. നിമിത്തശാസ്ത്രം എന്നാണ് അവർ പറയണത്. ജ്യോതിഷ സംബന്ധമായി നിമിത്തശാസ്ത്രത്തില് പറയുന്ന ജ്യോതിഷത്തിന് 6 അംഗങ്ങളാണുള്ളതാണ്. അതിലെ ഒരു അംഗമാണ് നിമിത്തം. ആ നിമിത്തമായിട്ട് നമുക്ക് വന്ന് സംഭവിക്കുന്നതാണ്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം.